Hi everyone, welcome back to my channel. It's me Alan. Thank you so much for watching this video. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, എൻ്റെ സ്വന്തം അനിയൻ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യാണ്. എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. ഒത്തിരി നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഉള്ളൊരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിലാണെങ്കിലും അപ്പയും അമ്മയും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. സോ ഫൈനലി ഇന്നാണ് ആ ദിവസം. അപ്പോൾ എന്തായാലും അവൻ നിൽക്കുന്നത് എനിക്കറിയാമെന്നറിയില്ല. അവൻ നിൽക്കുന്നത് വേറെ സിറ്റിയിലാണ്. ഞാൻ കാൽഗറിയിലും അവൻ എഡ്മണ്ടനിലാണ്. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 300 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ആണ് ഞാൻ കാൽഗറിയിൽ നിന്ന് ഡ്രൈവ് ചെയ്തെത്തിയത്. വെളുപ്പിന് ഒരു 3 മണിയായി. ഞാൻ അവിടെ നിന്ന് രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും വെളുപ്പിനെത്തി. ലേറ്റായിട്ട് നടന്ന് കുറച്ച് നേരത്തെ എനിറ്റുള്ളൂ. ഞങ്ങളൊന്ന് ക്വിക്കായിട്ട് എന്തെങ്കിലും രാവിലെ ഒന്ന് കഴിക്കാൻ പോകണം. എന്നിട്ട് തിരിച്ചു വന്ന് അവൻ്റെ ഗ്രാജുവേഷൻ ഒരു ഉച്ചയ്ക്ക് 1 മണി ആ സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്തായാലും ഞാനിവിടെ എഡ്മണ്ടനിലാണ്. സോ ഹാപ്പി ടു ബി ബാക്ക് ഇൻ എഡ്മണ്ടൻ. എപ്പോഴും എഡ്മണ്ടൻ എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഇത് ഇവരുടെ അതാണ് ഇവരുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ്. നൈസ് സ്ഥലമാണ് രാവിലെയൊക്കെ വന്നിരിക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ നോസ്കോഷിലായിരുന്നപ്പോൾ എനിക്കൊരു കാറുണ്ടായിരുന്നു. ഞാൻ കാറ് കൊടുത്ത് ഇപ്പോൾ കാറൊന്നുമില്ല. അപ്പോൾ ഒരു വണ്ടി എന്തായാലും എടുത്ത് ഇവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് 2 ദിവസത്തേക്ക് ഒരു വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ജീപ്പിൻ്റെ ഒരു വണ്ടിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഇഷ്യൂസ് ആ വണ്ടി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പകരം വന്ന എടുക്കാനായിട്ട് ഇടയായ ഒരു വണ്ടിയാണ് ഇതിനകത്തെ വേറൊരു ഹൈലൈറ്റ്. ആ വണ്ടി ഓടിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്ന് ഇങ്ങോട്ട്. അവനറിയില്ല ഏത് വണ്ടിയാണ്. ആദ്യം ഉണ്ടായിരുന്ന വണ്ടി അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ എന്തായാലും വരുമ്പോൾ അവൻ്റെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറയാണ്, അങ്ങനെ ഭയങ്കര റിയാക്ഷൻ ഇടുന്ന ഒരാളല്ല ആൾ. അപ്പോൾ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, മിനി കൂപ്പർ. എൻ്റെ പൊന്നോ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മിനി കൂപ്പർ ഓടിക്കുന്നത്. ലുക്ക് അറ്റ് ദിസ്. ഒരു രക്ഷയില്ല. വണ്ടി കാണാനും അതെ ഓടിക്കാനും ഒരു രക്ഷയില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ മിനി കൂപ്പർ ഓടിക്കണം. പറഞ്ഞ പോലെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കുറേ നാളത്തെ വേണമെങ്കിൽ ഒരു ആഗ്രഹം. നമ്മൾ ചെറുതിലെ തൊട്ട് മിസ്റ്റർ ബീനൊക്കെ കാണുന്ന ആൾക്കാർക്കറിയാം എൻ്റെ ഒരിത്. എനിക്ക് വയ്യ. അപ്പം ഞാൻ എന്തായാലും സമയം കളയുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഹൈവേ കൂടെ വരുമ്പോൾ ഇങ്ങനെ ചെറിയ പ്രാണികളൊക്കെ ഇല്ല, അത് വന്നടിച്ച് വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പറ്റുകയാണെങ്കിൽ ക്ലീൻ ചെയ്യണം. പെട്ടെന്നെടുത്ത് കാണില്ല എന്നാലും. സോ ഗ്യാസ് ഓടിക്കണം, കാർ വാഷ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ഞങ്ങൾ രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ അവനെ ഞാൻ ആദ്യം വിളിക്കാൻ പോവാ. അവനാദ്യം ഇങ്ങോട്ട് വന്ന് കാർ കാണുന്ന ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. സോ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ നായകൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവർ നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ്. നടന്നു വരുന്നതാണ് നമ്മുടെ നായകൻ. ചിരി കണ്ടു, ചിരിച്ചിട്ടുള്ള നടപ്പ് കണ്ടു. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആളെത്തിക്കഴിഞ്ഞു. എന്താണ് ഹാഫി തോന്നുന്നത്? തോന്നണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ആൾക്ക് കണ്ണടയൊക്കെ ഉണ്ട്. എനിക്കറിഞ്ഞോട്ടെ, ലാസ്റ്റ് നീ ഏത് വീഡിയോയിലാതെ എനിക്ക് ഓർമ്മ പോലില്ല. കണ്ണട ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ പോയപ്പോൾ നമ്മൾ കണ്ണടയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഹാഫി, വണ്ടി കാണാൻ എക്സൈറ്റഡ് ആണോ? ഏതാണ് വണ്ടി? ലാംബോർഗിനിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ലാംബോർഗിനി ഒന്നും നടക്കാത്തതുകൊണ്ട് പിന്നെ നിന്റെ മനസ്സിൽ എങ്ങനത്തെ വണ്ടിയാണ്? ഇതാണ്. ഇതാ മിനി കൂപ്പർ. ഇതന്നെ പിന്നെ ശരിക്കും വെറുതെ. അപ്പൊ ക്യാൻസൽ ആയെന്നൊക്കെ പറഞ്ഞതാ. ക്യാൻസൽ ആക്കിയതാണ്. ക്യാൻസൽ ആയത് തന്നെയാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സംഭവത്തിലാണ് കാര്യങ്ങളൊക്കെ മാറിയത്. പൊളിയല്ലേ വണ്ടി? നോക്ക്, വണ്ടി പൊളിയല്ലേ? മറ്റേ
രാവിലെ ഇറങ്ങിയപ്പോ എന്തെങ്കിലും റെഡി ആയിക്കോ പോരാന്ന് ചെറിയൊരു ഡൗട്ടിന് പോലെയായിരുന്നു. കയറി വെക്ക്, വണ്ടി കയറി വെക്ക്. സെറ്റ് സാധനമാണ്. സ്റ്റാർട്ട് ചെയ്. ആ നടുക്ക് ഒരു താഴത്തോട്ടുള്ള പുഷ് ബട്ടൺ. ഓ ഇങ്ങനെ ആ അത് മാനുവൽ ഷിഫ്റ്റിൻ്റെ ഉണ്ട്, പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക് ഇട്ടാൽ മതി. ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നമുക്ക് മാക്ടി പോവും. ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൈസ് അടി പാൻ കേക്കിൻ്റെ തുറന്നേ. പാൻ കേക്ക്സ് ആദ്യം ബട്ടർ, വിപ്ഡ് ബട്ടർ സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ മേപ്പിൾ സിറപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഗൈസ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. എന്നോട് മര്യാദയ്ക്ക് ചോദിച്ചാണ് ഫോർമൽ ഷർട്ട് ഉണ്ടോ എന്നിട്ട് വേറൊരു ഷർട്ട് എടുത്തിട്ട് എന്തായാലും നമ്മളിപ്പോൾ ഗ്രാജുവേഷന് പോകാനായിട്ട് റെഡിയായി. നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ നമുക്ക് അല്ലാണ്ട് കാണിക്കണം കേട്ടോ. പിന്നെ ഐ ആം നെയ്റ്റ് ഗ്രാഡ്, അതിനകത്ത് ഗ്രാജുവേഷൻ ഗൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാണിച്ചു തരാം. ഓക്കെ സെറ്റ്. നമ്മളിപ്പോൾ ഗ്രാജുവേഷൻ സെറമണി നടക്കണ കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോവാണ്. ഗൈസ് നമ്മൾ കോൺവൊക്കേഷൻ നടക്കുന്ന സെൻറ്ററിലെത്തി. അതാണ് എഡ്മണ്ടൻ കൺവെൻഷൻ സെൻറ്റർ. അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് കാനഡ പ്ലേസ്, ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് സംഭവം നടക്കുന്നത്. നമ്മുടെ ഗ്രാജുവേറ്റ് നമ്മുടെ ഈ വെയിലൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നീ ഫോൺ പോക്കലിട്. ആ വെള്ളം വീഴുന്നതിൻ്റെ വെച്ച് നമ്മൾ കൺവൊക്കേഷൻ്റെ സ്ഥലത്തെത്തി. എല്ലായിടത്തും ഗ്രാജുവേറ്റ്സ്. നെയ്റ്റ് കോൺവൊക്കേഷൻ 2025. തലയിൽ വെച്ചോടാ, തൊപ്പി തലയിൽ വെച്ചോ. അവിടെ നിന്നാണ് ഗ്രാജുവേറ്റ് എൻട്രൻസ്.
ഇവനിവിടെ ഗ്രാജുവേറ്റ്സിൻ്റെ എൻട്രൻസിൽ നിൽക്കുകയാണ്. ആഫി തരാ, ഞാനവിടെ ഗസ്റ്റ് എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഗ്രാജുവേഷൻ സെറിമണി. Canada, our home and native land, true patriot love in all of us command. With glowing hearts we see thee rise, the truth north strong and free. From far and wide, oh Canada, we stand on guard for thee. And with the approval of the Board of Governors of the Northern Alberta Institute of Technology, I hereby confer these various and several credentials upon the graduates who appear in today's program, whether they are present or absent. Thank you, Madam Chair. Michael Jabbar Bowsen. Alfie Kershingle Rajan. Nguyen Hong Nguyen Lai with honors. And when I give the signal, we're going to move it from right to left. Ready? 1, 2, 3, go. All right. Representing the class of 2025. Congratulations all. തൊപ്പി വെക്കി നീന്തല്ലേ തലേന്ന് ഇറങ്ങിപ്പോണു. ആ സാധനം വെക്കി. ഇതെന്താ? ഓ അതെന്താന്ന് കൊള്ളാം, വെക്കി. ഗ്രാജുവേറ്റ് ചെയ്തു. അത് എനിക്ക് അത് നിർത്തിയെന്നാണ് തൊപ്പിയിലാണ് പരിപാടി. അല്ല, ഒരു ഒഫീഷ്യലായിട്ട് പറയൂ. അല്ല, ഇങ്ങനെ ആരെങ്കിലും വീഴുമ്പോൾ കണ്ണിലെന്തോ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യൻ ഗ്രാജുവേറ്റ് ചെയ്തു. നമ്മളിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബാക്കി കാര്യങ്ങൾ. ഇതിപ്പോൾ എഡ്മണ്ടൻ്റെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഇതാണ്. ഒരു മലയുടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അവിടെ വ്യൂ കാണിച്ചു തരാം. കണ്ടോ? ഇപ്പോൾ നല്ല മഴക്കാറുണ്ട്. സോ അതിൽ നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല. ഗൈസ്, പെട്ടെന്ന് മഴ പൊടിയുകയാണ്. നമ്മൾ ഓടി വണ്ടിയിൽ കയറാൻ പോവാണ്. അടിപൊളിയായിരുന്നു ഗ്രാജുവേഷൻ.
എൻ്റെ ഗ്രാജുവേഷൻ നടന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയുടെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, അവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡൗൺ ടൗണിൽ എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ് സിറ്റി ഓഫ് എഡ്മണ്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു. ഗാലറി പോലെ അല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ ആൾക്കാർ ഇരിക്കണോണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ അടിപൊളിയായിരുന്നു അല്ലേ ഫീ? അധികം ഒരുപാട് പ്രോഗ്രാമിൻ്റെ ഗ്രാജുവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോറസ്റ്റ് മാൻ ഒരാള് ഫോറസ്റ്റ് ടെക്നോളജിയോ ഒരാള് ഗ്രാജുവേറ്റ് ചെയ്ത്. എനിവേ ഇനി തൊട്ടുള്ള ഗ്രാജുവേഷൻസ് മൊത്തത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കുറയാണ്. അപ്പോൾ ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ വളരെ ചുരുക്കാൻ പോവുകയാണ്. ഈവൻ നെയ്റ്റ് തന്നെ ഒത്തിരി പേരെ ലേ ഓഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ പ്രോഗ്രാംസൊക്കെ നിർത്തിയിട്ടുണ്ട്. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കുറവായതുകൊണ്ട് ഓഫ് കോഴ്സ് ഫണ്ടിങ് കുറയാണ്. നെയ്റ്റ് മാത്രമല്ല, എല്ലാ കാനഡയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെയാണ്. ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എനിവേ ഐ ഹോപ്പ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടിക്ക് മുമ്പ് നോക്കാം. നല്ല അടിപൊളി ഒരു പാർക്കുണ്ട് ഇവിടെ. നമ്മുടെ എനിക്ക് വയ്യ ഒന്നും പറയാനില്ല. അയ്യോ നല്ല മഴ. എൻ്റെ മുന്നിലുണ്ട് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾ അന്ന് പണ്ട് നീ വന്നപ്പോൾ പോയ മറ്റേ ഇതില്ലേ ടർക്കിഷ് കബാബ് പ്ലേസ്, അവിടെ കഴിക്കാൻ പോയാലോ? അയ്യോ കഴിച്ചവിടെ നല്ല മഴയായി. അടിപൊളി മഴ. ഇവിടെ നല്ല മഴയായി. ഞങ്ങൾ ഓടി വണ്ടി കയറി. എന്താണ് ഞാൻ ചേട്ടൻ എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ പിന്നെ ആരും നോക്കാനാണ്. ഗൈസ്, നമ്മൾ ഇപ്പോൾ നെയ്റ്റിലാണ്. ഞാൻ ആദ്യം പഠിച്ച എൻ്റെ കോളേജ് 2017. എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുന്നത് ഈ നെയ്റ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്ത് നിന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്താണ് തുടങ്ങുന്നത്. ഞാനിവനും പണ്ട് ഇവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവൻ വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുതന്നെ. എനിക്ക് കുറച്ച് നാൾ വർഷങ്ങൾ മുമ്പാണ്. അതിൻ്റെ എന്തോ സ്നാപ്പ് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നി. ഞാനത് പറ്റാണെങ്കിൽ അത് കാണിക്കാം. അപ്പോൾ എന്തായാലും അതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തന്നെ എനിക്കിവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എനിക്ക് പണ്ട് സെയ്തേട്ടൻ ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ എപ്പോഴൊക്കെയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ഫുഡാണ്. നല്ല ഇങ്ങനെ ഈ കബാബ് അങ്ങനത്തെ സംഭവമൊക്കെ അടിപൊളിയാണ്. സോ കാണിച്ചുതരാം. സംഭവത്തി ഇതാണ് ചിക്കൻ കബാബ്, സാലഡ്, ഫ്രൈസ്, ഹമ്മസ്, ആഫിയുടെ ലാം കബാബ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രാജുവേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ പോയി, എല്ലാം സെറ്റായി. അപ്പോൾ പിന്നെ ചുമ്മാ ഇവിടെ കറങ്ങാൻ പോകാനും പരിപാടികളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഗ്രാജുവേഷൻ. പറയാനുണ്ടോ ഗ്രാജുവേഷൻ? സർപ്രൈസ് പിന്നെ അടിച്ചു പൊളിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രാജുവേഷൻ നല്ല ഭംഗിയായിട്ട് പോയി. സോ ഒത്തിരി ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ.